ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജു വാലി 2.0. നാളെ മുതലേ നമുക്ക് +1 സ്റ്റുഡൻസ് എല്ലാവരും +2 എത്തുകയാണ്. മാത്രമല്ല അതിൽ വേറൊരു പ്രത്യേകത, നമ്മളിപ്പോൾ കഴിഞ്ഞ +2 സ്റ്റുഡൻസിൻ്റെ എക്സാമും 23rd ജൂണിന് നമുക്ക് എക്സാം ആണ് അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞ വീഡിയോ നിങ്ങളെ പേടിപ്പിക്കാനുള്ള വീഡിയോ ആണ്. ഇന്ന് ജൂൺ 1 ആണ്. ഇന്ന് ജൂൺ 1 ആണ്. ഈ മാസം ജൂൺ 23rd നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പോൾ നാളെ മുതൽ പുതിയൊരു ബാച്ചിനെ എല്ലാ സ്കൂളും വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? 23rd എക്സാമിന് ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരുണ്ടോ എന്ന് ചോദിക്കാനാണ് മിസ് വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു എക്സാം നമുക്ക് സത്യം പറഞ്ഞാൽ തീരെ ടൈമില്ലാത്ത സമയമാണ്. കഴിഞ്ഞ വർഷം മുന്നത്തെ വർഷം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയും മെയ് പകുതി അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റ് റിസൾട്ട് വന്ന സമയമുണ്ട്. മെയ് പകുതിയോടുകൂടി റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് അത്യാവശ്യം ടൈമും കിട്ടിയിരുന്നു. പിന്നെ മാത്രമല്ല നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും നിങ്ങളെ പോലെ അല്ലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും 2 ഇമ്പ്രൂവ്മെൻറ്റും, അതായത് +1 ഇമ്പ്രൂവ്മെൻറ്റും +2 കൂടി ഒരുമിച്ചൊക്കെയാണ് നിങ്ങൾ എഴുതിയത്. അപ്പോൾ ഇനിയും എക്സാമിന് പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾ സീരിയസ് ആവണം. നമുക്ക് 22 ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ. ഈ 22 ദിവസം കൊണ്ട് ഒന്നിലധികം സബ്ജക്റ്റുകൾ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇവർക്ക് മാർക്ക് വാങ്ങുന്നവർ, ഒരുപാട് മാർക്ക് വാങ്ങുന്നവരുണ്ട്. കാരണം +1 ജസ്റ്റ് ഒരു 10 ബിലോ 10 മാർക്ക് വാങ്ങിയവരെ 48 വാങ്ങണം. അപ്പോൾ 48 38 ഒക്കെ ഇവർ ഈ ദിവസം കൊണ്ട് ഓരോ സബ്ജക്റ്റിലും വാങ്ങണം. അങ്ങനത്തെ സ്റ്റുഡൻസ് ഉണ്ട്. പാസ് ആവാൻ വേണ്ടി മാത്രം പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരെല്ലാം സീരിയസ്നാവണം. കാരണം നമുക്ക് ടൈം എന്ന് പറയുന്നത് തീരെ ഇല്ലാത്തൊരു സമയമാണ് ഈ ബാച്ചിൻ്റെ സ്റ്റുഡൻസ്. നമ്മൾ ബൈ ഹാർട്ട് തന്നെ 100% നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് മിസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എക്സാം പഠിക്കുന്ന കുട്ടിയാണ് എങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തോളൂ. അതായത് മനസ്സിലാകാൻ പറ്റിയില്ലെങ്കിൽ, കഷ്ടപ്പെട്ട് മനസ്സിലാക്കാൻ ആരും സഹായിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കാണാപാഠം പഠിച്ചോ, വേറെ വഴിയൊന്നുമില്ല. ഏതൊക്കെയാണെന്നറിയോ? നിങ്ങൾ എഴുതിയ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ 2025, നിങ്ങൾ എഴുതിയ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ 2025 ഫെബ്രുവരിയിലത്തെ, കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ പബ്ലിക് എക്സാമും മോഡൽ എക്സാമും 2024. അപ്പം ഇത് 4 കൂടി 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. പിന്നെ ഓൾ ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ട് ചെറിയൊരു അറിവെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇപ്പം എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് അറ്റ്ലീസ്റ്റ് ആ പാടെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ടോപ്പിക്ക് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ പാടെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ആ പാടത്തിൽ നിന്ന് പഠിച്ചതെങ്കിലും നിങ്ങളവിടെ എഴുതണം. അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. കാരണം നമുക്കത് ടീച്ചേഴ്സിനെ മാർക്ക് ഇടാനും എന്തിനും അതൊരു ഗുണമാണ്. അപ്പം നിങ്ങൾ 100% പഠിക്കേണ്ട 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഇതൊക്കെ. ഇതിലും കൂടുതൽ ശരിക്കും പഠിക്കണം. പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ 4 പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, ഇനി നമ്മുടെ വീക്ക് സെക്ഷൻ സബ്ജക്റ്റുകൾ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ അക്കൗണ്ടൻസി ആണ് നമ്മുടെ സബ്ജക്റ്റ് എങ്കിൽ പ്രോബ്ലം ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ട്, തിയറി ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ട്. പ്രോബ്ലം മാത്രം പഠിച്ചാൽ പാസ്സാവോ മിസ്സേ, തിയറി മാത്രം പഠിച്ചാൽ പാസ്സാവോ എന്ന് ചോദിക്കുന്ന സ്റ്റുഡൻസ് മിസ്സിൻ്റെ അടുത്ത് ഇഷ്ടപ്രകാരമാണ്. നിങ്ങളോട് പറയാനുള്ളത്, ഇത് രണ്ടും കൂടിക്കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. എല്ലാ പ്രോബ്ലം നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് മൈൻഡിൽ കയറാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എല്ലാ തിയറിയും പഠിക്കേണ്ടി വരും, കുറച്ച് പ്രോബ്ലം പഠിക്കേണ്ടി വരും. അപ്പോൾ ഓരോ കുട്ടികളുടെയും വീക്ക് സെക്ഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ബിസിനസ് സ്റ്റഡീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത രീതിയിൽ, എക്സ്പ്ലനേഷൻ നിർബന്ധമായും കൊടുക്കേണ്ട കുറച്ച് ടോപ്പിക്സുകളുണ്ട്. എക്സ്പ്ലനേഷൻ കൊടുത്തില്ല എങ്കിൽ പോലും മാർക്ക് കിട്ടുന്ന ടോപ്പിക്സുകളുണ്ട്. അത് നിങ്ങൾ അറിയണം. നിർബന്ധമായും എക്സാമിന് വരും ഇത്, പക്ഷേ അത് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, മാർക്ക് കിട്ടും. അതേപോലെ തന്നെ നിർബന്ധമായത് എക്സാമിന് വരുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അത് എക്സ്പ്ലനേഷൻ കൊടുക്കാതെ മാർക്ക് കിട്ടില്ല. അങ്ങനത്തെ ടോപ്പിക്കുകളും നിങ്ങൾ അറിയണം. എക്കണോമിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രോബ്ലംസ് നിങ്ങൾ അറിയണം, കർവുകൾ നിങ്ങൾ അറിയണം, 8 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറിയണം, ഇക്വേഷൻസ് നിങ്ങൾ അറിയണം. ഇതിൽ എല്ലാം വലിച്ചു വാരി പഠിക്കേണ്ട, ആവശ്യമുള്ളത് മാത്രം. 80 വരുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കൊരു 40 ഇതെല്ലാം കൂടി മിക്സ് ചെയ്താൽ കിട്ടും. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് പഠിച്ചാൽ മതി, കൂടുതൽ മാർക്കാണ്. അതായത് കുറച്ച് സിൻറ്റെക്സുകൾ നോക്കുക, അതുപോലെ തന്നെ കുറച്ച് തിയറി, എക്സ്പ്ലനേഷൻസ് ഒന്നും നമുക്ക് അവിടെ അധികം ആവശ്യമേ ഇല്ല.
ഇതിപ്പോൾ ഒരു ടാഗുകളും ആട്രിബ്യൂട്ട്സും 2 പാർട്ടിൽ HTML ആണ്. കുറച്ച് ടാഗും അതിന്റെ ആട്രിബ്യൂട്ട്സും. C++ൽ കുറച്ച് ഫംഗ്ഷൻസും അതുപോലെ തന്നെ അതിൽ ആവശ്യമുള്ള കുറച്ച് ഓപ്പറേറ്റേഴ്സ്, ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലും ഇതുപോലെ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് അങ്ങനെ നമുക്ക് C++, ജാവ, അതുപോലെ തന്നെ HTML, ദെൻ SQL, DBMS. ഈ ഒരു 4-5 ടോപ്പിക്കുകളുള്ള പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ജയിക്കാനുള്ളത് അവിടെയായി. പ്രോഗ്രാംസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് നോക്കേ വേണ്ട, പാസ്സായാൽ മതിയില്ലേ നമുക്ക്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒരു സബ്ജക്റ്റ് വൈസ് സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ, അതായത് ചാപ്റ്റർ വൈസ് ഒരു ഐഡിയ ഇല്ല, പഠിച്ചു തുടങ്ങിയിട്ടേ ഇല്ല, നിങ്ങൾക്ക് ഡെയിലി ഒരു 1 hour ക്ലാസ്സും അതിൻ്റെ പിന്നാലെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ 22 ഡേയ്സിൽ PYQ സെക്ഷൻസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും തപ്പെടുക്കാനും വയ്യ, അന്വേഷിക്കാനും വയ്യ. ഇത് എങ്ങാനും PYQ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുക അതിൻ്റെ ആൻസറും അറിയില്ല. എക്സാം പാറ്റേൺ മാറി പറഞ്ഞ് പേടിപ്പിക്കുന്ന ടോപ്പിക്കുകൾ ഏതാണ്? ലാസ്റ്റ് ഒരു 1 week ഒരു കംപ്ലീറ്റ് റിവിഷൻ നമുക്ക് വേണം. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് എന്നിട്ട് അത് റെക്കോർഡായിട്ട് പഠിക്കണം. വെറുതെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മടിയായിട്ട് പിടിച്ചിരിക്കും. നമുക്ക് അങ്ങനെ ഒരു നീഡ് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ്സിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ക്ലാസ്സുകൾ 29th സ്റ്റാർട്ട് ചെയ്തു. അഡ്മിഷൻ സ്റ്റിൽ കണ്ടിന്യൂ തന്നെയാണ്. ഈ 29 എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഏകദേശം ഒരു 4 ക്ലാസ്സുകളാണ് കഴിഞ്ഞത്. ഈ 4 ക്ലാസ്സസ് എന്ന് പറയുന്നത് ഡെയിലി ആണ്. ഓരോ ചാപ്റ്ററിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് കവറായി. അപ്പോൾ ഒരു ദിവസം ഒരു ചാപ്റ്ററിൽ നിന്ന് ആവശ്യമുള്ളത് മാത്രം. എന്താണ് ആ ചാപ്റ്റർ നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞു തരുന്നു, ഷോർട്ട് നോട്ട് തരുന്നു. ഇംഗ്ലീഷ് ഷോർട്ട് നോട്ടുകളാണ് തരുന്നത്. മലയാളം ഓൾറെഡി ഒരു PDF നിങ്ങൾക്ക് അയച്ചു ചെയ്ത് കമ്പയർ ചെയ്ത് പഠിക്കാം. പിന്നെ മലയാളത്തിൽ എഴുതുന്ന കുട്ടികളോട് മാക്സിമം ഇംഗ്ലീഷ് സ്പെൻഡ് ചെയ്ത് മിക്സ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. മാർക്ക് കിട്ടാൻ വലിയൊരു പോയിന്റാണത്. അപ്പോൾ ഈ 4 ക്ലാസ്സുകളെ നമ്മുടെ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഇനിയുള്ള ഒരു 1 weekഉം ചാപ്റ്റർ വൈസുകളാണ്. ഓരോ ചാപ്റ്ററുകളിൽ 12, 13, 11 ചാപ്റ്റേഴ്സൊക്കെയാണ് ഉള്ളത്. അതിൽ ഫസ്റ്റത്തെ ഓർഡർ പ്രകാരമാണ് നമ്മൾ ക്ലാസ് പോകുന്നത്. ഓക്കെ, ഇനി ചേർന്നാലും നിങ്ങൾക്ക് കഴിഞ്ഞ ഈ 4 ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ വേസ്റ്റ് ചെയ്യാതെ, നിങ്ങളെ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഒരുമിച്ച് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം ആഗ്രഹമുണ്ട് എങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 7907664613. സയൻസ് ബാച്ചിൽ കുട്ടികൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇംഗ്ലീഷും അതുപോലെ തന്നെ മാത്സും മാർച്ചിൽ നമ്മൾ ക്രാഷ് ബാച്ച് എടുത്തതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പെർ സബ്ജക്റ്റ് 500. നമ്മളെ സബ്ജക്റ്റ് ഡെയിലി ക്ലാസ്സുകൾ നമുക്ക് പെർ സബ്ജക്റ്റ് 1000 ആണ്. എത്രയും വേഗം ജോയിൻ ചെയ്യണം. ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങണം, സമയം കളയരുതെന്ന് ആഗ്രഹിക്കുന്നവർ, ലേറ്റ് ആയിരിക്കുന്നു, നിങ്ങൾ എത്രയും വേഗം പഠിക്കുക. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക്